BJP മാർച്ചിൽ പെലറ്റ് ഗൺ ഉപയോഗിച്ച RAF ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ്. ഉദ്യോഗസ്ഥർ എല്ലാ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളുകളും കൃത്യമായി പാലിച്ചെന്നാണ് CRPFന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യത്തിന്റെ നന്മയ്ക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് CRPF ഡയറക്ടർ ജനറൽ GP സിംഗ് പറഞ്ഞു. ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കും. ഭയമില്ലാതെ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. ഉത്തരവാദിത്തമോ മറുപടി പറയലോ ആവശ്യമായി വരുന്നിടത്തെല്ലാം ഡയറക്ടർ ജനറൽ എന്ന നിലയിൽ നേരിട്ട് കൊള്ളാമെന്നും GP സിംഗ് വ്യക്തമാക്കി. ഇതോടെ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. നോബൽ, പെല്ലറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഗുരുതര സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് എത്രത്തോളം അപകടകരമാണെന്നറിയാം. അപ്പോൾ പെല്ലറ്റ് വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിച്ച മുറിപ്പാടുകളുമായി വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ ദൃശ്യങ്ങളിൽ ഓരോരുത്തരും വന്ന് മുഖം കാണിച്ചുകൊണ്ട് സ്വന്തം മുറിവുകൾ കാണിച്ച് വിശദീകരിച്ച സാഹചര്യമാണ്. വലിയ പ്രതിഷേധം സഭയിലടക്കം ഇപ്പോഴും നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളാണ്. അപ്പോഴാണ് ഇത്തരമൊരു പ്രസ്താവന വരുന്നത്. അതായത് ഇനിയൊരു നടപടിയെ ഉണ്ടാകില്ല എന്നാണോ? റോഷ്നി, കഴിഞ്ഞ ദിവസത്തെ CJPയുടെ പാർലമെന്റ് മാർച്ചിൽ വലിയ വിവാദമായത് RAF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് 5ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജനങ്ങളുടെ കണ്ണിനടക്കം കാഴ്ചയടക്കം ബാധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം അടക്കം നടത്തുകയും നിലവിൽ ഈ വിഷയത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ രാജി അടക്കം കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചീറ്റ് നൽകിയാണ് CRPF. ആഭ്യന്തര അന്വേഷണത്തിലാണ് ഇക്കാര്യം അവർ വ്യക്തമാകുന്നത്. അതായത് ഉദ്യോഗസ്ഥർ എല്ലാ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതോടെ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ ഒരു നടപടി CRPFന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പെല്ലറ്റ് ഉപയോഗത്തിൽ ഞാൻ പറഞ്ഞ പോലെ 5 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വലിയ തരത്തിൽ വിമർശനം നേരിടുമ്പോഴും RAF ചെയ്തത് അത് കൃത്യമായി അവരുടെ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ നടപടി മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഇവരുടെ ആഭ്യന്തര റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. CRPFന് കീഴിലാണ് RAF ഉള്ളത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ വിവരം പുറത്തേക്ക് വരുന്നത്. അതേസമയം CRPF DG കൂടി ഇപ്പോൾ RAF ഉദ്യോഗസ്ഥർക്ക്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർക്ക് പിന്തുണയായിരുന്ന കാഴ്ച കൂടി എന്താണെങ്കിലും കാണാൻ കഴിയുന്നു. ഇതിൽ CRPFന്റെ ഡയറക്ടർ ജനറൽ GP സിംഗ് വ്യക്തമാക്കുന്നത് സേനാംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണ എന്താണ്. പൊതുജനങ്ങളുടെയും സേനയുടെയും രാജ്യത്തെ നന്മയ്ക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകും. ഉത്തരവാദിത്തങ്ങൾ താൻ ഏറ്റെടുക്കും. കൃത്യമായി തന്നെ ഭയമില്ലാതെ കൃത്യനിർവഹണം നിങ്ങൾ നിർവഹിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് DG എന്ന നിലയിൽ, CRPF DG എന്ന നിലയിൽ താൻ മറുപടി നൽകിക്കോളാം എന്നൊരു നിർദ്ദേശം, അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും ഈ പെല്ലറ്റ് ഗൺ ഉപയോഗമാണ് ഇത്തവണത്തെ പ്രതിഷേധത്തിൽ ഏറ്റവും വ്യത്യസ്തമാവുകയും വലിയ തരത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ഉദ്യോഗസ്ഥരുടെ നടപടി, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ രാജിയൊക്കെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ആ വിഷയത്തിൽ CRPF എന്താണെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് ഇപ്പോൾ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നു. CRPFന് കീഴിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വരുന്നത്. സ്വാഭാവികമായും ഈ ക്ലീൻ ചീറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നൊരു സൂചന കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. ആഭ്യന്തര അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രോട്ടോകോളുകളും മറ്റും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് RAF ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കണ്ടെത്തൽ വന്നിരിക്കുന്നത്. നോബൽ മാരിക്കാരനാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.